ത്രില്ലറാണോ? ജോസഫിന്റെ സ്ഥിരം പടങ്ങളെ പോലെ എന്താണ് ഇഷ്ടപ്പെട്ട പടത്തിന്? അടിപൊളി സിനിമ. ജിത്തു ജോസഫിന്റെ കഴിവെന്ന് വെച്ചിട്ടുണ്ടല്ലോ, അന്യായ സീൻ. അതേപോലെ ബാലമുരളിയായാലും ആസിഫ് അലിയൊക്കെ വേറെ ലെവൽ എന്ന് വെച്ചിട്ടുണ്ടല്ലോ, സിനിമ വൺ രക്ഷയില്ല. പോയി ട്രേഡിൽ പോയി തന്നെ കാണണം നിങ്ങൾ എല്ലാവരും. അടിപൊളി. എങ്ങനെയാണ് സ്റ്റോറി? ഒരു ഡിഫറെന്റ് സ്റ്റോറിയാണ്. ക്രൈം ത്രില്ലറാണ്. ത്രില്ലർ എന്ന് വെച്ചിട്ടുണ്ടല്ലോ, ഇനി അടുത്ത ദൃശ്യം 3ന്റെ കഥ ഇതൊന്നുണ്ടെന്ന് പറയുന്നു. എന്റെ പൊന്നേ ചേട്ടാ, സീൻ പടം. സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് സംഭവമായിട്ട് തോന്നില്ല. നമ്മൾ ഞാനൊരു ജിത്തു ജോസഫ് ഒരു നമ്മുടെ ദൃശ്യവും മെമ്മറീസ് ഒക്കെ അടിച്ചുള്ളതല്ലേ, അതൊക്കെ പ്രതീക്ഷയാണ് വന്നത്. പക്ഷെ ആ ഒരു ഇമ്പാക്റ്റ് കിട്ടിയില്ല. ഫസ്റ്റ് ഹാഫ് ആ പടം തുടങ്ങിയ ഒരു ഭയങ്കര സ്ലോ പേസിലാണ് കഥ പറഞ്ഞു പോകുന്നത്. ഫസ്റ്റ് ഹാഫ് കംപ്ലീറ്റ്ലി ഒരു സ്ലോ പേസ് ആയിരുന്നു. നമുക്ക് ആ ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളും തോന്നിയില്ല. പക്ഷേ സെക്കൻഡ് ഹാഫ് ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ്. സെക്കൻഡ് ഹാഫ് നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. സീറ്റഡ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല, പക്ഷെ എന്നാൽ പോലും ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടാണ് പോയത് സെക്കൻഡ് ഹാഫ് കംപ്ലീറ്റ്ലി. ക്ലൈമാക്സിലാണെങ്കിലും ആസ് യൂഷ്വൽ ജിത്തു ജോസഫിന്റെ ആ ഒരു ട്വിസ്റ്റും ടേൺസും കാര്യങ്ങളൊക്കെ ഉണ്ട് കംപ്ലീറ്റ്ലി. പക്ഷേ ഒരു പ്രശ്നമായിട്ട് തോന്നിയത് നമ്മളെല്ലാവരും കണ്ട് മടുത്ത ടെംപ്ലേറ്റും ആ ഒരു സ്റ്റോറി ലൈനും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് നമുക്കൊരു പുതുമ തോന്നുന്നില്ല. നമുക്ക് ത്രില്ലേഴ്സിൽ നമുക്ക് പുതിയ സംഭവങ്ങൾ അല്ലെങ്കിൽ പുതിയ ടൈപ്പ് ഓഫ് സ്റ്റോറീസ് കാണുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് തോന്നുന്നു. ഇത് നമുക്ക് കുറേയൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഓവറോൾ ഇതിൽ വരാൻ പോകുന്ന കുറേ ട്വിസ്റ്റും കാര്യങ്ങളും നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നു. പക്ഷേ ഒരു മോശം വാച്ചല്ല, ഡീസൻറ്റ് വാച്ചായിരുന്നു. കണ്ടിരിക്കാം, ബോറടിക്കത്തില്ല. എങ്ങനെയുണ്ട് ഇവരുടെ അഭിനയമൊക്കെ അടിപൊളിയായിരുന്നു. പ്രത്യേകിച്ച് ആസിഫ് അലിയുടെ പെർഫോമൻസ് ഒക്കെ ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നല്ല പെർഫോമൻസ് ആയിരുന്നു. ഓവറോൾ ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ട് തോന്നി. മോശം സിനിമയല്ല, കൊള്ളാം ശരിക്കും. പക്ഷേ നോട്ട് ജിത്തു ജോസഫിന്റെ ബെസ്റ്റ് അല്ല എന്തായാലും. ഭയങ്കര ഡ്രാമാറ്റിക് ആയിരുന്നു പടം. പറയുമ്പോൾ സ്റ്റാൻഡേർഡ്സ് വരാൻ ത്രില്ലർ തന്നെയാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനെക്കാട്ടി ഒരു ട്വിസ്റ്റാണ് അതിനകത്ത് ഇമ്പോർട്ടൻസ്. ലാസ്റ്റ് വരുന്ന ട്വിസ്റ്റൊക്കെ നമുക്ക് ഒരിക്കലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. നല്ല ഫിലിം, നന്നായിട്ട് ഇത് വർക്കായിട്ടുണ്ട്. കുഴപ്പമില്ല. കളക്ഷൻ ആവുമോന്ന് വെച്ചാൽ ഇത് ലോകാടെ അനിയത്തിയായിട്ട് വരും. അഭിനയം സൂപ്പറായിരുന്നു. അവര് അപർണ ബാലമണി നന്നായി ചെയ്തിട്ടുണ്ട്. ആരും മോശക്കാരല്ല. രണ്ടുപേരും അഭിനയം കൊള്ളായിരുന്നു. നല്ലൊരു മൂവിയാണ്.